ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് കേരള സർക്കാർ 2025 ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം എന്തൊക്കെയാണെന്ന് നോക്കാം. അന്ത്യോദയ അന്നയോജന AAY അഥവാ മഞ്ഞ റേഷൻ കാർഡുകൾ. AAY റേഷൻ കാർഡിന് 30 കിലോഗ്രാം അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കും. മുൻഗണനാ വിഭാഗം PHH അഥവാ പിങ്ക് റേഷൻ കാർഡുകൾ. PHH റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം സബ്സിഡി NPS അഥവാ നീല റേഷൻ കാർഡുകൾ. NPS റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS റേഷൻ കാർഡിന് അധിക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ രൂപ നിരക്കിൽ ലഭിക്കും. പൊതുവിഭാഗം NPNS അഥവാ വെള്ള റേഷൻ കാർഡുകൾ. NPNS റേഷൻ കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ രൂപ നിരക്കിൽ ലഭിക്കും. പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള NPI അഥവാ ബ്രൗൺ റേഷൻ കാർഡുകൾ. NPI റേഷൻ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ രൂപ നിരക്കിൽ ലഭിക്കും. സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി 2025 ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നു. എല്ലാ വിഭാഗം റേഷൻ കാർഡുകളും അതാത് കാർഡുകൾക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ കൃത്യസമയത്ത് തന്നെ കൈപ്പറ്റിയെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ PHH, AAY മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള സമയപരിധി ജൂൺ മാസം അവസാനം വരെ ദീർഘിപ്പിച്ചതായി അറിയിക്കുന്നു. ഇനിയും റേഷൻ കാർഡിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത മുഴുവൻ അംഗങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു എന്ന് ഉറപ്പുവരുത്തുക. റേഷൻ കടകളിലെ EPOS വഴിയും ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ഫേസ് ആപ്പ് വഴിയും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.